പശുക്കുടിയിൽ ജീർണവസ്ത്രമതിൽ പൊതിഞ്ഞ രൂപമത് ശിശുമശിഹ തന്നയാവോ നമസ്കാരം. ക്രൂശിൽ തിരുദേഹം സ്വയം യാഗമാക്കി ലോകരക്ഷ സാധിച്ചൊരു ധർമ്മനിധേ നമസ്കാരം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് വ്യർത്ഥമായ മനുഷ്യൻ തന്റെ ഭാവിയെക്കുറിച്ച് വിചാരപ്പെടുന്നു. ഇതുപോലെ തന്നെ ദൈവത്തെ അനാദരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വിചാരപ്പെടുന്നതിനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? വിചാരപ്പെടുന്നത് അനാവശ്യം മാത്രമല്ല, അത് പൊരുളില്ലാത്തതുമാകുന്നു. വിചാരപ്പെടുന്നത് മൂലം നമ്മുടെ ആയുസ്സിൽ ഒരൊറ്റ മണിക്കൂർ കൂടെ കൂട്ടുവാൻ നമുക്ക് കഴിയുകയില്ല. യേശു പറഞ്ഞു, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നാം അത് വിശ്വസിക്കുന്നുണ്ടോ? സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. അവൻ നമ്മുടെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. യേശുവിൽ വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട്. അവൻ നിത്യമായ നരകശിക്ഷയ്ക്ക് പാത്രമായി തീരും. എന്നാൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയിൽ. വിശ്വസിച്ച് ദൈവപൈതലായി തീരുവാൻ, നിത്യജീവന ഓഹരിക്കാരനായി തീരുവാൻ, രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ആയുസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഈ തീരുമാനം, രക്ഷിക്കപ്പെടുവാനുള്ള തീരുമാനം എടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.